ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ ലെവലിലും കേരളത്തിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ചാണ്. അതായത് എന്താണ് ഈ കേസ്? ഇ.ഡി. മനഃപൂർവ്വം പ്രതിപക്ഷത്തിന്റെ വോയിസ് താഴ്ത്താൻ വേണ്ടി ഈ ഒരു കേസെല്ലാം തന്നെ കെട്ടിച്ചമയ്ക്കുന്നതാണോ? ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പൊ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ എന്താണ് ഈ നാഷണൽ ഹെറാൾഡ്? നാഷണൽ ഹെറാൾഡ് എന്ന് വെച്ചാൽ അതായത് 1937 ജവഹർലാൽ നെഹ്റു വിചാരിക്കുകയാണ്. അതായത് അന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് സമരമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നടക്കുന്നത്, അതായത് അന്നത്തെ കോൺഗ്രസ് പാർട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളിലോട്ട് എത്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഫ്രീഡം ഫൈറ്റിംഗ് എന്തെല്ലാം രീതിയിലാണ്, അടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും, ഉള്ള കാര്യങ്ങളും അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം അറിയിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് 1937 അതായത് കുറെ എന്റർപ്രണേഴ്സും അതുപോലെ തന്നെ ഈ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിലെല്ലാം തന്നെ കുറെ ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് 5000 പേര് ചേർന്നുകൊണ്ട് ഫണ്ട് നിക്ഷേപിച്ചുകൊണ്ട് AGL എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. AGL എന്ന് വെച്ചാൽ അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കമ്പനിയുടെ ചെയർമാനായിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തന്നെ അത് അപ്പോയിന്റ്മെന്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ന്യൂസ് പേപ്പർ 3 ഭാഷയിലാണ് പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇംഗ്ലീഷിൽ നാഷണൽ ഹെറാൾഡ് എന്നും അതുപോലെ തന്നെ ഉറുദുവിൽ കോവാമി അവാസ് എന്നും അതുപോലെ തന്നെ ഹിന്ദിയിൽ നവജീവൻ എന്ന് പറയുന്ന ഈ 3 പേരുകളിലായിരുന്നു ഈ പേപ്പറുകൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രിന്റ് ചെയ്ത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ പോപ്പുലാരിറ്റി ആവുക, ബ്രിട്ടീഷുകാർക്ക് ഒരു ചെറിയ രീതിയിലുള്ള പേടി സൃഷ്ടിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും വായിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇതിന്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായത് ഈ ഒരു പേപ്പറുകൾ അടുത്ത കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫ്യൂച്ചറായിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഈ പേപ്പറിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷുകാർ വിചാരിക്കുകയാണ്, അതായത് ഇത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കിതൊരു പ്രതിസന്ധിയാന്ന് പറഞ്ഞുകൊണ്ട് 1942 ഇതിനെ ബാൻ ചെയ്യുകയും ചെയ്തു. പിന്നീട് കുറച്ച് നിയമ പോരാട്ടങ്ങൾക്കെല്ലാം ശേഷം 1945 വീണ്ടും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വീണ്ടും ഇത് റൺ ചെയ്തു. അങ്ങനെയാണ് 1947 ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞ് വരുമ്പോൾ അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രധാനമന്ത്രിയായി മാറുകയാണ്. അപ്പോൾ ഇതിന്റെ ചെയർമാനായി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് റിസൈൻ ചെയ്ത് ഇത് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു പേപ്പറാണ് ഇന്ന് ഇത്രയും വലിയൊരു ഹോട്ട് ടോപ്പിക്കായി മാറിയിരിക്കുന്നത്. പിന്നീട് ഈ ഒരു ന്യൂസ് പേപ്പറിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതായത് കോൺഗ്രസ് സ്പ്ലിറ്റ് ഉണ്ടായി, പുതിയ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി, അതുപോലെ തന്നെ കുറെ റീജിയണൽ പാർട്ടികൾ പുതിയതായി ഫോം ചെയ്തു. അപ്പോൾ ഈ പുതിയ പുതിയ പാർട്ടികളെല്ലാം ഫോം ചെയ്തപ്പോൾ ആൾക്കാരുടെ ചിന്താഗതികളും ആൾക്കാരുടെ ഐഡിയോളജികളും മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ഈ പേപ്പറിന്റെ വാല്യൂ പറ്റ രീതിയിൽ കുറഞ്ഞു. അതുകൊണ്ട് എന്തായി, അതായത് ഇത് വലിയ രീതിയിൽ നഷ്ടം മാത്രം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി മാറി. അങ്ങനെ 2008 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ AGL എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് ഇനി ഫ്യൂച്ചറിൽ നടത്താൻ പറ്റില്ല, കാരണം പൈസ അവർക്കില്ല. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം വരുമ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു ഇതിനെ സഹായിച്ചുകൊണ്ടിരുന്നത്. കാരണം കോൺഗ്രസിന്റെ വോയിസ് ആയിരുന്നു. അതായത് കോൺഗ്രസ് ആൾക്കാരോട് എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ എന്ത് പറയണം എന്ന് ആഗ്രഹിക്കുന്നോ അതെല്ലാം തന്നെ അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ ഒരു പേപ്പറിലൂടെയായിരുന്നു. അങ്ങനെ കോൺഗ്രസ് പല ഘട്ടങ്ങളായിട്ട് ഒരു 90 കോടി രൂപയോളം ഇവർക്ക് കടമായി കൊടുക്കുന്നു. അതായത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, വെറുതെ പലിശയൊന്നുമില്ലാതെ അങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു കമ്പനി വീണ്ടും ഒരു സമയങ്ങളിലെല്ലാം തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം കടന്നു പോകുന്നു. അങ്ങനെ 2010 അതായത് 2008 to 10 എന്ന കാലഘട്ടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് 1ാം UPA സർക്കാർ കഴിഞ്ഞ് 2ാം UPA സർക്കാർ ഭരണത്തിലോട്ട് വരികയാണ്. അതായത് ആദ്യത്തെ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് 2ാമത്തെ ഇലക്ഷനും അവർ ജയിക്കുകയാണ്. അങ്ങനെ 2010 അതായത് പുതിയ UPA സർക്കാർ വന്നപ്പോൾ രാഹുൽ ഗാന്ധി എല്ലാം ചേർന്നുകൊണ്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യാണ്. അതായത് യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്, അതായത് YIL എന്ന് പറയുന്ന കമ്പനി. ഈ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതായത് 38% രണ്ടുപേർക്കും ഉള്ളത്. ബാക്കി 24% ആരൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ മോട്ടില വോറ, ഫെർണാണ്ടസ്, സുമൻ ഡൂബെ, അതുപോലെ തന്നെ പിട്രോട്ട, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ പേരിലായിരുന്നു 24% ഷെയർ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കമ്പനി അതായത് ഈ YIL എന്ന് പറയുന്ന ഈ ഒരു കമ്പനി വിചാരിക്കുകയാണ് ഓൾറെഡി ഈ കോൺഗ്രസ് പാർട്ടിക്ക് 90 കോടി രൂപ ഈ AGL എന്ന് പറയുന്ന ഈ ഒരു കമ്പനി കൊടുക്കാനുണ്ട്. അത് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തി, കാരണം അവർ കടം കാരണം. അതുകൊണ്ട് എന്ത് ചെയ്തു, അതായത് 50 ലക്ഷം കൂടെയും കൊടുത്തിട്ട് ഈ കടമടക്കം ഞങ്ങൾ ഏറ്റെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അപ്പോൾ AGL എന്ന് പറയുന്ന ഈ കമ്പനി 90 കോടി രൂപയും കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കണ്ട, പകരം അവരുടെ
ഷെയർസും അതുപോലെ തന്നെ അവരുടെ എല്ലാവിധ സ്വത്തുക്കളും ഇവർ വാങ്ങുകയാണ് ഈ YIL എന്ന് പറയുന്ന, അതായത് യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ കമ്പനി. അങ്ങനെ ഈ പുതിയ കമ്പനി വാങ്ങിയതിന് ശേഷം ഇവർക്ക് 50 ലക്ഷം രൂപ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതായത് ഈ കോൺഗ്രസ് പാർട്ടി തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഈ YIL എന്ന് പറയുന്ന ഈ പുതിയ കമ്പനിക്കും ഈ 90 കോടി അടയ്ക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല, അല്ലെങ്കിൽ അവർക്കും അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ബാഡ് ഡെപ്റ്റ് ആയിട്ട്, അതായത് കിട്ടാക്കടമായിട്ട് ഇതിനെ എഴുതി തള്ളുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഇത് കേട്ട നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടാവും, ഇതിൽ എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ എന്താണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇതിൽ അഴിമതി കാണിച്ചത് എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ഈ കേസ് കൊടുത്ത ആരാന്ന് വെച്ചാൽ സുബ്രഹ്മണ്യ സ്വാമി, അത് BJP കാരനാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ BJPയിൽ ഒരു പൊസിഷനൊന്നുമില്ല. മോഡിയെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പണ്ട് BJPന്റെ മെമ്പറും അതുപോലെ തന്നെ രാജ്യസഭാ അംഗമൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ BJP ഇല്ല. അദ്ദേഹമാണ് ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് സീരിയസ് ആയ അലിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടി 90 കോടി രൂപ അതായത് ഈ AJL എന്ന് പറയുന്ന ഈ കമ്പനിക്ക് കൊടുത്തു എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കെല്ലാം തന്നെ കുറേയധികം ഫണ്ടിങ് ഉണ്ട്. അതായത് അത് ഒന്നെങ്കിൽ ഈ കാൻഡിഡേറ്റ്സ് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾ സംഭാവന ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഫണ്ട് എല്ലാം തന്നെ ടാക്സിന് കംപ്ലീറ്റ് ആയിട്ടും, അതായത് എല്ലാ രീതിയിലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, കുറേ അധികം ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അത് കോൺഗ്രസിന് മാത്രമല്ല BJP അങ്ങനെയുള്ള എല്ലാ പാർട്ടികൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഈ ഒരു ഫണ്ട് എങ്ങനെയാണ് ഒരു കോൺഗ്രസ് പാർട്ടി മറ്റൊരു, അതായത് ബിസിനസ് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതൊരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ അലിഗേഷൻസ് ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് അപ്പോൾ ഈ 92 കോടി രൂപ ഈ കോൺഗ്രസ് പാർട്ടി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് കോൺഗ്രസ് പാർട്ടിന്റെ മേലെയുള്ള ആൾക്കാർ അപ്രൂവ് ചെയ്തതും ഇതേ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ ഈ മോട്ടിലാൽ വോറയും തന്നെയാണ്. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് ഇപ്പുറത്തുനിന്ന് ആര് കടം ചോദിച്ചോ അതേ ആൾക്കാർ തന്നെയാണ് അപ്പുറത്ത് പോയിട്ട് കടം അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ മോട്ടിലാൽ വോറ AJL എന്ന് പറയുന്ന ഈ കമ്പനിയിൽ നിന്ന്, അതായത് ഞങ്ങൾ ഇത്ര കോടി ആവശ്യമുണ്ട് എന്ന് പറയുന്നു. അതേ മോട്ടിലാൽ വോറ ഇപ്പുറത്തെ ടേബിൾ തിരിഞ്ഞ് അതേ കസേര തിരിച്ചിട്ടിട്ട് ഞങ്ങൾ അത് അപ്രൂവ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതാണ് ഇതിൽ നടന്ന കാര്യം. അതായത് ഈ 3 കമ്പനി, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ തന്നെ ഈ 2 കമ്പനിയും കൂടെ ചേർന്നുകൊണ്ട് 3 ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ഈ ഡിസിഷൻ മൊത്തം എടുത്തത്. അപ്പോൾ ഇതും രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അലിഗേഷൻസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇങ്ങനെ ഒരേ ആൾക്കാർ ഈ 3 പേര് ചേർന്നുകൊണ്ട്, അതായത് കോൺഗ്രസ് പാർട്ടിന്റെ ഫണ്ടും ഇവർ തന്നെ അപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ YIL എന്ന് പറയുന്ന ഈ കമ്പനിയുടെയും അതുപോലെ തന്നെ AJL എന്ന് പറയുന്ന ഈ കമ്പനിയുടെയും ഡിസിഷൻ മൊത്തമായിട്ടും ഇവരാണ് കൺട്രോൾ ചെയ്തത്. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു കമ്പനി തുടങ്ങിയപ്പോൾ 5000 ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഈ 5000 ഷെയർ ഹോൾഡേഴ്സ് 2010 ആയി കഴിഞ്ഞപ്പോൾ തന്നെ 1050 ഷെയർ ഹോൾഡേഴ്സ് ആയി കുറഞ്ഞു. കാരണം കമ്പനി നഷ്ടത്തിൽ പോകുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ലല്ലോ, അതായത് കുറഞ്ഞു വരും. അങ്ങനെ 1050 ഷെയർ ഹോൾഡേഴ്സിന് അടുത്ത് കൃത്യമായി ഈ കമ്പനി വിൽക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി കൈമാറുന്നതിനെ കുറിച്ചോ കൃത്യമായ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് ഏറ്റവും വലിയൊരു അലിഗേഷൻസ് തന്നെയാണ്. ഇത് ഏറ്റവും വലിയൊരു തെറ്റുമാണ്. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ സീരിയസ് ആയ അലിഗേഷൻസ്. അതായത് ഈ AJL എന്ന് പറയുന്ന ഈ കമ്പനി നഷ്ടത്തിലാന്ന് പറഞ്ഞു. അതായത് 90 കോടി രൂപയോളം കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ YIL എന്ന് പറഞ്ഞ ഈ കമ്പനി ഈ 90 കോടി കടവും അതുപോലെ തന്നെ 50 ലക്ഷം എക്സ്ട്രാ കൊടുത്തുകൊണ്ട് സെറ്റിൽ ചെയ്തുകൊണ്ട് ഈ കടവും ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് അവർ ഈ കമ്പനി വാങ്ങിയത്. ഈ കമ്പനി വാങ്ങിയ ആരാന്ന് വെച്ചാൽ, അതായത് ഇതേ കോൺഗ്രസ് പാർട്ടിയുടെ, അതായത് ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ പാർട്ടി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് ഈ AJLന് 90 കോടി അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ YIL എന്ന് പറഞ്ഞ ഈ കമ്പനി വാങ്ങിയത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുകയാണ് ഈ കമ്പനിക്കും ഇത് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കടത്തിനെ തള്ളിക്കളയുകയാണ്. അതായത് ബാഡ് ഡെപ്റ്റായി കണക്കാക്കി ഇതിനെ റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് ഇതിന്റെ കമ്പനി ഓണറായ, അതായത് ഇതേ സോണിയാഗാന്ധിയാണ് ഈ കമ്പനിയുടെ ഓണർ. അതേ കമ്പനി ഓണർ ഈ പാർട്ടിന്റെ ഓണറും സോണിയാഗാന്ധി തന്നെയായിരുന്നു, അതായത് പാർട്ടിന്റെ ലീഡറും. അപ്പോൾ ഈ കമ്പനിയുടെ ഓണറായ സോണിയാഗാന്ധി പറയുകയാണ്, പാർട്ടിന്റെ ലീഡറായ സോണിയാഗാന്ധി പറയുകയാണ്, അതായത് രണ്ടുപേരും ഒരേ ആള് പറയുകയാണ്, അതായത് ഈ കമ്പനിക്ക് അടയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തള്ളിക്കളയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ട് മൊത്തം തള്ളിക്കളഞ്ഞു. ഇതും ഏറ്റവും വലിയ സീരിയസ് അലിഗേഷനായി പറയുന്നു. അവസാനത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്.
അതെന്താണെന്ന് വെച്ചാൽ അതായത് AJL എന്ന് പറയുന്ന ഈ കമ്പനി കംപ്ലീറ്റ് ആയിട്ടും നഷ്ടത്തിലാണ്, 90 കോടി അടയ്ക്കാണ്ട് അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷെ ഈ AJL എന്ന് പറയുന്ന ഇതിന്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇതിന്റെ കയ്യിലുള്ള അതായത് അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് മൊത്തം 2000 തൊട്ട് 5000 കോടി രൂപയോളം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും അതായത് കണക്കുകൾ ശരിയല്ല, പക്ഷെ ഇത്ര കോടിയോളം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കോടി സ്വത്തുള്ള ഒരു കമ്പനിന് വെറും 90 കോടി ഒരു കടം കാണിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചു. അപ്പോൾ ഇത്രയും കോടി സ്വത്തുക്കൾ ഇവരെ ഇല്ലീഗലായിട്ട് ഇവരുടെ പേരിലോട്ട് ആക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് 2000 കോടി രൂപ ആസ്തി ഉണ്ട് എന്ന് AJL വെച്ചോ, അതായത് എക്സാമ്പിൾ മാത്രം. അവർക്ക് ഈ 90 കോടി തിരിച്ചടയ്ക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? അതായത് 1-2 പ്ലാന്റുകൾ വിറ്റുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഇത് അടയ്ക്കാവുന്നതേ ഉള്ളൂ, അതായത് ഒരു സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ട്. പക്ഷെ അത് വലിയൊരു കടമായി കാണിച്ചുകൊണ്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതായി കാണിച്ചുകൊണ്ട് ആ ഒരു കേസ് അല്ലെങ്കിൽ അവരുടെ ആ പ്രോപ്പർട്ടി മൊത്തം ഈ ഒരു കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ പേരിലോട്ട് മാറ്റുകയായിരുന്നു എന്ന് പറയുന്ന ഒരു സീരിയസ് അലിഗേഷനാണ് ഉള്ളത്. അങ്ങനെയാണ് ഈ ഒരു അലിഗേഷന്റെ പേരിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്.